സുഹൃത്തുക്കളെ, കഴിഞ്ഞ മെയ് 27-ാം തീയതി കേരളം ഒരു പതിറ്റാണ്ട് കാലം ഭരിച്ചു മുടിച്ച, ഏകാധിപതിയെ പോലെ ഭരിച്ചു മുടിച്ച വിജയൻ്റെ മകളുടെയും തിരുവനന്തപുരത്തുള്ള കൊട്ടാര സദൃശ്യമായിട്ടുള്ള വീട്ടിൽ ED ഉദ്യോഗസ്ഥന്മാർ വിജയൻ്റെ മകളിൽ നിന്ന് മൊഴിയെടുക്കാൻ വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ നമുക്കത് മറക്കാൻ കഴിയും സുഹൃത്തുക്കൾ. അന്ന് മൊഴിയെടുത്ത് പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥന്മാരെ CPM-ൻ്റെ ഉന്നത നേതാക്കളുടെ അറിവോടുകൂടിയും ഒത്താശയോടുകൂടിയും അവിടെ വന്ന ഏതാണ്ട് 100-ലധികം അല്ലെ 10-100-ലധികം വരുന്ന പാർട്ടി അണികളും ഗുണ്ടകളും ഉൾപ്പെടെ ഉള്ളവർ ED ഉദ്യോഗസ്ഥന്മാരെ അതിക്രൂരമായി ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചീമുട്ടേറുകയും കല്ലും കുറുവടിയും ഒക്കെയായി അവരെ ആക്രമിക്കുകയും ചെയ്യുന്നത്, ആ കാഴ്ച കണ്ടത് നമുക്ക് മറക്കാൻ കഴിയും സുഹൃത്തുക്കളെ. അത് മുഴുവൻ ദൃശ്യമാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ആ അക്രമം നടക്കുന്നത് നമ്മളന്ന് കണ്ടു. അത് വലിയ വിഷയമായി മാറി. കാരണം ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി തങ്ങളുടെ കൃത്യനിർവഹണം നടത്താൻ വന്നപ്പോൾ അതിന് തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരെ ആക്രമിക്കുകയും അവരെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. അവസാനം പോലീസ് സജീവമായി ആ കാര്യത്തിൽ ഇടപെട്ടു. ഏതാണ്ട് 10-25ഓളം പാവപ്പെട്ട CPM-ൻ്റെ അണികളെ, കാരണം അവർ ഒന്നും അറിയാതെയാണല്ലോ അവിടെ വന്നു, അവരോട് വന്നു, അവരോട് മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞു, അവരോട് ആക്രമിക്കാൻ പറഞ്ഞു, അവരാക്രമിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അങ്ങനെ 10-26 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്ത ആ 10-26 പാവപ്പെട്ട CPM-ൻ്റെ അണികൾ, ചെറ്റക്കുടിലൊക്കെ ജീവിക്കുന്നവരൊക്കെ ഉണ്ട് അതിനകത്ത്, അവർ ഏതാണ്ട് 2 മാസക്കാലമായി കീഴ്ക്കോടതികളിൽ 2 തവണ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടും ലഭിക്കാതെ അവർ ഈ ജയിലിൽ കിടന്ന് ഉഴലുകയാണ്. അതിലൊരാൾക്ക് മാത്രമാണ് ഭാഗ്യത്തിന് ജാമ്യം കിട്ടി പോയത്. അത് CPM-ൻ്റെ ഒരു പ്ലീഡറിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെങ്കിലും ഭാഗ്യത്തിന് ഒരാൾക്ക്, ഒരു CPM-കാരൻ അതിനകത്ത് ജാമ്യം കിട്ടിപ്പോയി. സുഹൃത്തുക്കളെ, ആ വിഷയം CPM-നകത്ത് വലിയ വിവാദമുണ്ടാക്കി എന്ന് നമുക്കറിയാമല്ലോ. കാരണം ഒന്നും അറിയാതെ അവിടെ വന്ന അണികൾ അവരെ ആക്രമണത്തിന് പ്രേരിപ്പിച്ച് അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ലാതെ അവരെ ജയിലിലാക്കി. അവരെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ആരോപണം വലിയ തോതിലുണ്ടായി. അവരിപ്പോൾ ഏതാണ്ട് 2 മാസക്കാലമായി തിരുവനന്തപുരത്ത് പൂജപ്പുര ജയിലിൽ കിടന്ന് നട്ടം തിരിയുകയാണ്, ഉഴലുകയാണ്. അത് CPM-ൻ്റെ അണികളുടെ വലിയ വികാരമാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ആ വിഷയത്തിൽ പാർട്ടി അണികളെ അങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ച ഉന്നത നേതാക്കന്മാരെല്ലാം രക്ഷപ്പെട്ട് അവർ സ്വതന്ത്രരായി നടക്കുമ്പോൾ പാവപ്പെട്ട അണികൾ 2 മാസക്കാലമായി ജയിലിൽ കിടന്ന് ഉഴലുന്നത് വലിയ പൊട്ടിത്തെറിക്ക് CPM-ന് ഇടയാക്കിയിട്ടുണ്ട്. അത് ഞാനും 1-ലധികം തവണ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ CPM-ൻ്റെ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ഗുണ്ടാ നേതാവും പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിട്ടുള്ള മുൻ കൗൺസിലറായിട്ടുള്ള IP ബിനു, ആ ബിനു ജയിലിൽ കിടക്കുന്നു. അയാളുടെ ആരോഗ്യാവസ്ഥ പരിതാപകരമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അയാൾക്ക് ഡയബറ്റിക്സ് വർദ്ധിച്ചു, ഇൻസുലിൻ കുത്തിവെക്കുന്നു, കാല് പഴുക്കുന്നു, വ്രണങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിരുന്നു. അയാളുടെ സ്ഥിതി ദയനീയമാണ് എന്നൊക്കെ ഞാൻ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു വിഷയം, ഇവർക്ക് കീഴ്ക്കോടതിയിൽ 2 തവണ കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചു. ആ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഇവരേതാണ്ട് 7-8 പ്രതികൾ സംയുക്തമായി ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ്. കാരണം ഇത് പാർട്ടിയിൽ വലിയ വിഷയമായി മാറിയില്ല. കാരണം 2 മാസക്കാലമായി ജാമ്യമില്ലാതെ 10-25 പേര് ജയിലിൽ കിടക്കുകയാണ്. അണികളുടെ ഇടയിൽ വലിയ പൊട്ടിത്തെറിക്ക് ഇത് കാരണമായിരിക്കുകയാണ്. ഇത് CPM-ൻ്റെ നേതൃത്വത്തിന് മേൽ വലിയ സമ്മർദ്ദം ഇത് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ CPM-ന് യാതൊരു നിവൃത്തിയില്ല എന്നുള്ള നില വന്നപ്പോൾ ഏതാണ്ട് 7-8 പ്രതികൾ സംയുക്തമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയെ സമീപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിലെ ഉന്നതരായിട്ടുള്ള അഭിഭാഷകരെയാണ് CPM ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് S. രാജീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകൻ, വിജയഭാനു എന്ന് പറഞ്ഞ വേറൊരു അഭിഭാഷകൻ, TA ഷാജി എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അറ്റോർണി ആയിരുന്ന ആൾ ഇപ്പം മുതിർന്ന അഭിഭാഷകൻ, അതുപോലെ AG ആയിരുന്ന ഗോപാലകൃഷ്ണ കുറുപ്പ് ഉൾപ്പെടെയുള്ള ഏതാണ്ട് 6-7 ഉന്നതരായിട്ടുള്ള അഭിഭാഷകരെയാണ് CPM ഈ 8 പേരുടെ ജാമ്യാപേക്ഷ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഏർപ്പാടാക്കിയത്. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്
ഈ ജാമ്യാപേക്ഷയിൽ ഈ പറയുന്ന ഈ 8 പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കീഴ്ക്കോടതിയിൽ 2 തവണ ജാമ്യാപേക്ഷയ്ക്ക് പോയിരുന്നു. ആ 2 തവണയും അവർക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല. സംസ്ഥാന സർക്കാരാണെങ്കിൽ ഇതിനിടയിൽ അന്വേഷണം ഊർജിതമാക്കുകയും ഈ കേസിൽ സംസ്ഥാന സർക്കാർ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള ആരോപണം ഉയർന്നു വന്നതിനെ തുടർന്ന് എറണാകുളത്ത് വഞ്ചിയൂർ കോടതിയിലെ ഒരു പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള ശ്രീമാൻ സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറാക്കി സംസ്ഥാന സർക്കാർ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കേസ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടാമത് വാദമൊക്കെ വന്ന സമയത്ത് ഈ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറായിട്ടുള്ള ഈ സന്തോഷ് കുമാറിൻ്റെ ശക്തമായിട്ടുള്ള വാദത്തെ തുടർന്നാണ് രണ്ടാമത് വാദം വന്ന സമയത്ത് അവർക്ക് ജാമ്യം ലഭിക്കാതിരുന്നത്. ആദ്യം ജാമ്യാപേക്ഷയിൽ വന്നപ്പോൾ ആ ജാമ്യം കൊടുക്കാതിരുന്ന ജഡ്ജി ഇത് വളരെ അതീവ ഗുരുതരമായിട്ടുള്ള വിഷയമാണെന്നും ഇത് രാജ്യത്തിനെതിരായിട്ടുള്ള അറ്റാക്ക് അഗൈൻസ്റ്റ് ദ സ്റ്റേറ്റ് എന്നിട്ടുള്ള വാദമൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ആദ്യം അവർ ജാമ്യം കൊടുക്കുക. രണ്ടാമത് വന്നപ്പോഴും ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്, ഒരു കുറ്റമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഒരു കേന്ദ്ര ഏജൻസിയെ കൃത്യനിർവഹണത്തിന് തടയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസായതുകൊണ്ട് രണ്ടാമത്തെ തവണയും അവർക്ക് ജാമ്യം കൊടുക്കാതെ. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇവർ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരും രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അവർ വളരെ ഗൗരവമായിട്ടാണ് ഈ വിഷയം എടുത്തിട്ടുള്ളത്. അവർ പറയുന്നത് ഇത് വലിയ തോതിലുള്ള കൃത്യവിലോപമാണ് ഇത് നടന്നിട്ടുള്ളത്. ഇത് ED ഉദ്യോഗസ്ഥന്മാരെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് വധശ്രമമുണ്ട് എന്ന് മാത്രമല്ല, കേന്ദ്ര ഏജൻസികൾ കൃത്യനിർവഹണം നടത്തുമ്പോൾ അവരെ തടയാൻ ശ്രമിക്കുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. എന്നാൽ ഇത് അത്ര വലിയ ഗുരുതരമായിട്ടുള്ള വിഷയമൊന്നുമല്ല എന്നും ഇതിനകത്ത് വധശ്രമമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇത് ആക്രമണം നടന്നത് ആകസ്മികമായിട്ടാണെന്നും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ല എന്നുമൊക്കെയാണ് ഈ പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകർ വാദിക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലായി. സുഹൃത്തുക്കളെ, ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് ഹൈക്കോടതിയിലും ഈ പറഞ്ഞ 8 പേർക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത തുലം കുറവാണ് എന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആക്രമണം നടന്നത് നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതാണ്. ഒരു വിധത്തിലുള്ള പ്രകോപനവുമില്ലാതെ തങ്ങളുടെ കൃത്യനിർവഹണം നടത്തിയിട്ടിറങ്ങുന്ന ED ഉദ്യോഗസ്ഥന്മാരെ സുസംഘടിതമായി അവരെ ആക്രമിക്കുന്നത്, അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഒരുവിധ പ്രകോപനവുമില്ലാതെ വലിയ തോതിലുള്ള ആക്രമണം ഈ CPMൻ്റെ ഗുണ്ടകൾ അഴിച്ചു വിടുന്നത് എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതാണ്. കല്ലും കട്ടയും ഉപയോഗിച്ചുകൊണ്ട് ചീമോട്ട ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ നടത്തുന്ന ആക്രമണം, വണ്ടി തല്ലിപ്പൊളിക്കാനുള്ള ശ്രമം, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ആക്രമണം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇത് വധശ്രമമാണെന്നുമാണ് സംസ്ഥാന സർക്കാരും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും വാദിക്കുന്നത്. അവരുടെ വാദം എന്ന് പറയുന്നത് ഇത് അണികളെ മനഃപൂർവ്വം അവിടെ കൊണ്ടുവന്നു, നേതാക്കന്മാർ മനഃപൂർവ്വം കൊണ്ടുവന്നിട്ട് അവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് അവരെ പ്രകോപിപ്പിച്ച് ആക്രമണം നടത്തുകയായിരുന്നു എന്നുള്ള വാദമാണ് സംസ്ഥാന സർക്കാരും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഉന്നയിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ CPMൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട അവരുടെ ടെലിഫോൺ സംഭാഷണം ഇതൊക്കെ തന്നെ ഇപ്പോൾ പരിശോധനയിലുമാണ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പോലും CDRകൾ, കോൾ ഡേറ്റ റെക്കോർഡ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വാദം എന്ന് പറയുന്നത് ഇത് വലിയ തോതിലുള്ള ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയുടെ ഭാഗമായി 100 ചില്ലാനം 10-100 ആളുകളെ അവിടെ എത്തിക്കുകയായിരുന്നു. അവരെ ഉന്നത നേതാക്കന്മാർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി അവരെ പ്രകോപിപ്പിക്കുകയായിരുന്നു. അവരെ കൊണ്ട് മനഃപൂർവ്വമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാരെ വധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അവരെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ള വാദമാണ് സംസ്ഥാന സർക്കാരും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കോടതിയിൽ ഉന്നയിക്കാം. എന്ന് മാത്രമല്ല, 2 കീഴ്ക്കോടതികളും വളരെ ഗൗരവമായിട്ടുള്ള കുറ്റമാണെന്നും ഭരണകൂടത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2 കീഴ്ക്കോടതികൾ ജാമ്യം കൊടുക്കുന്നത് തള്ളിയിട്ടുമുണ്ട്. സുഹൃത്തുക്കളെ, ഈ സാഹചര്യത്തിൽ ഈ പറഞ്ഞ പ്രതികൾക്ക് വേണ്ടി പ്രഗത്ഭരായ അഭിഭാഷകരാണ് വാദിക്കുന്നതെങ്കിലും അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത തുലവും കുറവാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ കേസ് കഴിയുന്നതുവരെ ഇവർ ജയിലിൽ കിടക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ വാദമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഏതാണ്ട് ആ വാദം തന്നെയായിരിക്കും സംസ്ഥാന സർക്കാരും ഉന്നയിക്കുക. ഈ നടത്തിയ വധശ്രമത്തിന്
ശക്തമായിട്ടുള്ള ശിക്ഷ, വലിയൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവർ കിടക്കേണ്ടത് ജാമ്യം ഇവർക്ക് നിഷേധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള ആ വാദം കോടതി അംഗീകരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വളരെ ദയനീയമെന്ന് പറയട്ടെ, ഈ പാർട്ടി അണികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നിർഭാഗ്യവശാൽ ആ പാർട്ടി അണികൾ ഇനി കുറച്ചു കാലവും കൂടി ജയിലിൽ തുടരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എൻ്റെ നിരീക്ഷണം.